അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കിഴക്കേ വെള്ളാട്ട് തറവാട്ടിലേക്ക് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ദാഹജലം ചോദിച്ചു വരികയുണ്ടായി. അന്ന് ആ തറവാട്ടിലെ പ്രായമായ അമ്മ അവർക്ക് കുടിക്കാൻ പാലാണ് നൽകിയത്. ആ പാല് കുടിച്ച ശേഷം അവർ വീടിനകത്ത് കയറി മച്ചിൽ കയറി വാതിലടച്ചു. അർദ്ധരാത്രി ശിശുവിന്റെ കരച്ചിൽ കേട്ട് വന്നവർക്ക് തുറന്നിട്ട വാതിലും കിഴക്കേ പണ്ടാരത്തടി ചോല വരെ നീണ്ടുകിടക്കുന്ന സ്ത്രീയുടെ കാൽപ്പാടുകളും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വീടും മച്ചും നിന്നിരുന്ന സ്ഥലമൊഴികെ ബാക്കിയെല്ലാം അഗ്നിക്കിരയായി എന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് ആ തറവാട്ടിലെ കാരണവരായ സ്ത്രീക്ക് ഒരു അരുളപ്പാടുണ്ടായി. ഒരു പശുവും കുട്ടിയും കിടന്നിരുന്ന സ്ഥാനം കാണിച്ച് പശു കിടന്നിരുന്ന സ്ഥാനത്ത് അമ്മയെ സങ്കല്പിച്ച് ദേവീക്ഷേത്രവും കുട്ടി കിടന്നിരുന്ന സ്ഥാനത്ത് ശിവനെ സങ്കല്പിച്ച് ശിവക്ഷേത്രവും പണി കഴിപ്പിക്കുകയുണ്ടായി. തിരുമേനി, ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഏതൊക്കെയാണ്? ഇവിടെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശിവലിംഗമായിട്ടല്ല പ്രതിഷ്ഠ, പാൽക്കണ്ണാടിയിട്ടാണ്. വേറെ എവിടെയും കാണാം. ഒരു പടിഞ്ഞാട്ടാണ് ശിവൻ, ശക്തിയോട് കൂടിയിട്ടാണ്. പ്രധാനപ്പെട്ട വഴിപാട് പറഞ്ഞാൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജോമം, പിന്നെ എന്താ പറയുക കൂട്ടുപായസം, പിന്നെ തിങ്കളാഴ്ചകളിൽ ഉമാശ്വര പൂജ, പിന്നെ ഗണപതിക്ക് ഒറ്റ, അത് വൈകുന്നേരം കിട്ടുക. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യരാധ്യത്തിനായിട്ടുള്ള പുഷ്പാഞ്ജലികളെ ദിവസമുണ്ട്. മൃത്യുഞ്ജോമാണ് ഒരു പ്രത്യേകത. മാത്രമല്ല കൂട്ടുപായസം കാര്യരാധ്യത്തിന് വേണ്ടി പ്രത്യേകതയായിട്ട് ഉമാശ്വര പൂജ. പിന്നെ ധാരി പിൻവിളക്കാണ് ശിവന് ഏറ്റവും വലിയ വഴിപാട്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ആയുസത്വ പുഷ്പാഞ്ജലി, അത് വലിയൊരു പ്രത്യേകതയാണ്. പടിഞ്ഞാട്ട് നിൽക്കുന്ന ശിവനാകുമ്പോൾ അതിനൊരു ശക്തി കൂടുതലോ. മൂലസ്ഥാനമായ കിഴക്കേ വെള്ളാട്ട് തറവാട്ടിൽ നിന്നും ആവാഹിച്ചു കുടിയിരുത്തണം എന്ന അരുളപ്പാട് പ്രകാരം പണി കഴിപ്പിച്ചതാണ് നെച്ചിപ്പറമ്പത്ത് എന്നറിയപ്പെടുന്ന ശ്രീ തിരുബ്രാന്തക ക്ഷേത്രം. ഇത് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ തിരുബ്രാന്തക ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കേ ഭാഗത്തായാണ് കീഴേക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമേനി, കീഴേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? രക്തപുഷ്പാഞ്ജലി, മുട്ടറക്കൽ, വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി. ഭഗവതി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പാലും പഴവുമാണ്.
കൂടാതെ എല്ലാ മാസവും ആയില്യം നാളിൽ പാൽപ്പായസത്തോടു കൂടി തന്ത്രിയുടെ പൂജയും നടത്തി വരുന്നുണ്ട്. ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിലെ അയ്യപ്പ പ്രതിഷ്ഠയാണ് ഇവിടെ. തിരുമേനി, ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊന്ന് പറയൂ. പറയാം. അതായത് ഇവിടുത്തെ പ്രധാന വഴിപാട് ശനിദോഷം അയ്യപ്പനാണ്. അപ്പം അയ്യപ്പസ്വാമിക്ക് പ്രധാനം കണ്ടകശനി, ഏഴശനി പരിഹാരത്തിന് ശനിദോഷ നിവാരണത്തിന് എള്ളുതിരി, കർണപായസം, നിരത്തല നിവേദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരത്തല നീലാഞ്ചനം എല്ലാ വർഷം അകണ്ടതാമം നടത്തി വരാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മിഥുന മാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ്. അന്നേ ദിവസം ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനവും നടത്തി വരാറുണ്ട്.